സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഭാരതപുത്രന്മാരെ ലേശം കണ്ണീ പൊടിയിടുന്നുണ്ട്. എന്നാലും വികസനത്തിലൊരു ഭാഗമാണെന്നൊക്കെ ചിന്തിക്കുക, നല്ല രീതിയിൽ എടുത്താൽ മതി. അതായത് ഈ 85 എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് ഇന്ത്യൻ്റെ അകത്ത് ഒരു പെട്രോൾ വന്നിട്ടുണ്ട്. വളരെ വില കുറഞ്ഞ് കൊടുക്കുന്നുള്ള രീതിയിലാണ് ഇത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. കാരണം 82 രൂപയ്ക്കാണ് പെട്രോൾ കൊടുക്കുന്നത്. ഇപ്പോൾ അറിയാലോ 110, 114, 115, 112 പല തരത്തിൽ പല രീതിയിൽ പല കോളത്തിലാണ് വെക്കുന്നത്. പക്ഷേ ഇവിടെ ഡൽഹിയിൽ 82 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുന്നത്. അപ്പോൾ വലിയൊരു കാര്യമായിട്ട് ഇത് വലിയ രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഇതൊരു ചെറിയൊരു വികസനത്തിൻ്റെ ഭാഗം തന്നെയാണ്. കാരണം ഇത് ഈ ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ ഇത് മുന്നേ ചെയ്തതാണ്. പെട്രോളിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് നമുക്കൊരു വികസനത്തിൻ്റെ ഒരു ഭാഗമായി എടുക്കാം. പക്ഷേ എങ്കിൽ പോലും നമുക്ക് അതിനെക്കുറിച്ച്, അതായത് സാധാരണക്കാരായ ഭാരതപുത്രന്മാർക്ക് ലാഭമാണോ നഷ്ടമാണെന്നും കൂടെ നോക്കണ്ടേ. ഇത് കൈയടിക്കുന്ന ഭാരതപുത്രന്മാരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ലാഭമാണോ നഷ്ടമാണെന്നുള്ളത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. എന്നാലും മോങ്കാരിയിടണ്ട. നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. ജൂൺ ആദ്യവാരം ഡൽഹിയിൽ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പുറത്തിറക്കിയ E85 എഥനോൾ 85 ഇന്ധനത്തിന്റെ ചിത്രമാണിത്. ഇതിന്റെ വില ലിറ്ററിന് 82.12 രൂപയാണ്. സാധാരണ പെട്രോളിനേക്കാൾ വില കുറവാണെങ്കിലും ഇത് വാങ്ങിയാൽ ലാഭമില്ല, മൈലേജ് കുറയും എന്ന് പറയുന്നത് തികച്ചും സത്യമാണ്. ഇതിന് പിന്നിലെ കാരണങ്ങളും സാധാരണ പെട്രോളുമായുള്ള വ്യത്യാസങ്ങളും താഴെ പറയുന്ന രീതിയിലാണ്. 1. എന്താണ് ഈ പുതിയ E85 ഇന്ധനം? വ്യത്യാസം എന്ത്? സാധാരണ പെട്രോൾ, ഇപ്പോഴത്തെ E20, നമ്മളിപ്പോൾ പമ്പുകളിൽ നിന്ന് അടിക്കുന്ന പെട്രോളിൽ 80% പെട്രോളും 20% എഥനോളും ഒരു തരം ആൽക്കഹോൾ ആണ് ഉള്ളത്. പുതിയ E85 ഇന്ധനം, ഇതിൽ 85% എഥനോളും വെറും 15% മാത്രമാണ് യഥാർത്ഥ പെട്രോളും അടങ്ങിയിരിക്കുന്നത്. കരിമ്പ്, ചോളം എന്നിവയിൽ നിന്നാണ് എഥനോൾ നിർമ്മിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ, ഉദാഹരണത്തിന് ബ്രസീൽ, അമേരിക്ക, ഇത് പണ്ടേ ഉള്ളതാണ്. ഇന്ത്യയിൽ ഇത് ആദ്യമായാണ് വരുന്നത്. 2. മൈലേജ് കുറയാൻ എന്താണ് കാരണം? ശാസ്ത്രീയമായി പറഞ്ഞാൽ പെട്രോളിനെ അപേക്ഷിച്ച് എഥനോളിന് ഊർജ്ജ സാന്ദ്രത, എനർജി ഡെൻസിറ്റി കുറവാണ്. അതായത് 1 ലിറ്റർ പെട്രോൾ കത്തുമ്പോൾ എഞ്ചിന് ലഭിക്കുന്ന അത്രയും കരുത്ത്, എനർജി 1 ലിറ്റർ എഥനോൾ കത്തുമ്പോൾ ലഭിക്കില്ല. ഏകദേശം 30% വരെ ഊർജ്ജം കുറവായിരിക്കും. ഇതുമൂലം എഞ്ചിന് ഒരേ വേഗതയിലും ദൂരത്തിലും ഓടാൻ കൂടുതൽ ഇന്ധനം എരിക്കേണ്ടി വരും. അന്താരാഷ്ട്ര പഠനങ്ങളും പുതിയ കണക്കുകളും അനുസരിച്ച് E85 ഉപയോഗിക്കുമ്പോൾ വാഹനങ്ങൾക്ക് 25% മുതൽ 35% വരെ മൈലേജ് കുറയും. 3. ഇത് ലാഭമാണോ അതോ നമ്മളെ കണ്ണിൽ പൊടിയിടുകയാണോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് സാധാരണക്കാർക്ക് ഒട്ടും ലാഭമല്ല. ഒരു ചെറിയ കണക്ക് നോക്കാം. സാധാരണ പെട്രോളിന് 102 രൂപയാണെന്ന് കരുതുക. അതിൽ നിങ്ങളുടെ വണ്ടിക്ക് 15 കിലോമീറ്റർ മൈലേജ് കിട്ടിയാൽ 1 കിലോമീറ്റർ ഓടാൻ ഏകദേശം 6 രൂപ 80 പൈസ ചിലവാകും. എന്നാൽ E85 ഇന്ധനം 82 രൂപയ്ക്കടിച്ച് മൈലേജ് 25% കുറഞ്ഞ് 11 കിലോമീറ്ററായി ചുരുങ്ങിയാൽ 1 കിലോമീറ്റർ ഓടാൻ നിങ്ങൾക്ക് 7 രൂപ 30 പൈസ രൂപയോളം ചിലവ് വരും. ചുരുക്കത്തിൽ പമ്പിൽ ലിറ്ററിന് 20 രൂപ കുറവാണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും മൈലേജ് വല്ലാതെ കുറയുന്നത് കൊണ്ട് കിലോമീറ്റർ കണക്കാക്കുമ്പോൾ കൂടുതൽ പണം ചിലവാകുകയും. ഇത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, മറിച്ച് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വിദേശ ക്രൂഡ് ഓയിലിന്റെ അളവ് കുറയ്ക്കാനും പരിസ്ഥിതി മലിനീകരണം തടയാനും വേണ്ടിയുള്ള സർക്കാരിന്റെ ദീർഘകാല പദ്ധതിയുടെ ഭാഗമാണ്. പക്ഷേ ഉപഭോക്താവിന് ലാഭകരമാകണമെങ്കിൽ ഇതിന്റെ വില 65 രൂപ 68 രൂപ റേഞ്ചിലേക്ക് ഇനിയും കുറയേണ്ടതുണ്ട്. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, കേട്ടല്ലോ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അതായത് വികസനം കൊണ്ടുവന്ന്, പക്ഷെ അതിലൂടെ ഭാരതപുത്രന്മാരുടെ കണ്ണിലൊക്കെ പൊടിയിട്ടു. ഇപ്പൊ നമ്മുടെ ഈ കേന്ദ്രത്തിന്റെ ഒരുപാട് റോഡ് വികസനം ഉണ്ടല്ലോ, റോഡൊക്കെ നല്ല വികസനമൊക്കെ അടിപൊളിയൊക്കെ തന്നെ. പക്ഷെ ആ റോഡിൽ കൂടെ പോകണമെങ്കിൽ ഇത്ര കിലോമീറ്റർ കഴിഞ്ഞാൽ പേയ്മെന്റ് ചെയ്തുകൊണ്ടേ പോകണം. അങ്ങനത്തെ ഒരു സിസ്റ്റം ആക്കിയിരിക്കുകയാണ്. അതായത് വലിയ വലിയ BMW, വലിയ വലിയ റേഞ്ച് റോവറും വലിയ വലിയ വണ്ടിയുള്ളവർക്കൊക്കെ കുഴപ്പമൊന്നുമില്ല, വലിയ വലിയ മുതലാളിമാർക്കൊന്നും വലിയ വിഷയമൊന്നുമില്ല. സാധാരണക്കാരായ ചെറിയൊരു കാറൊക്കെ വാങ്ങിയിട്ട് പോകുന്നവർ, അതല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലൊക്കെ പോകുന്നവർ, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സ്വന്തമായിട്ട് ചെറിയ ചെറിയ വാഹനം വെച്ചിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ലോക പരാജയമാണ്. അവരൊക്കെ ഒരുപാട് കാശുകൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് വഴി തിരിച്ചു വിടേണ്ടി വരും. അങ്ങനെ ബ്ലോക്കുകൾ വീണ്ടും കൂടും. അങ്ങനെ വലിയ റോഡ് ഇട്ടതിന് ഒരു ഉപകാരമില്ലാതെയൊക്കെ ആകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത് കൊണ്ടുവന്ന വികസനം ഞാൻ എന്നെ സംബന്ധിച്ചോളം കൈയടിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. പക്ഷേ വില കുറച്ച് വേണം കൊടുത്തിട്ട് കൈയടി നേടാൻ. അതുകൊണ്ട് നമ്മുടെ കൈയടി മാറ്റി വെച്ചിരിക്കണം. നിങ്ങൾ കൈയടിക്കുകയാണെങ്കിൽ കൈയടിക്കുക.